ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എ ഷോപ്പ് ഫോർ കില്ലേഴ്സ് എന്ന 2024 ഇറങ്ങിയ ഒരു ആക്ഷൻ ത്രില്ലർ സീരീസാണ്. അപ്പോൾ മൊത്തം 8 എപ്പിസോഡുകളാണ് ഈ സീരീസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് സ്കൂൾ വിട്ടു വരുന്ന നമ്മുടെ ജിയാൻ കാണുന്നത് വീടൊക്കെ കുറച്ച് പണിക്കാർ ചേർന്ന് കുത്തിപ്പൊളിച്ചിരിക്കുന്നതാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ജിൻമാൻ്റെ ഫ്രണ്ടും സഹായിയും ഒക്കെയായ പസൻ എന്ന് പറയുന്ന ഒരുത്തനാണ്. ഇവൻ ശരിക്കും ഒരു തായ്ലൻഡുകാരനാണെങ്കിലും കൊറിയൻ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കും. വീടിങ്ങനെ പൊളിക്കുന്നത് കണ്ട് ജിയാനാണെങ്കിൽ ജിൻമാൻ്റെ അടുത്ത് വന്ന് ഈ വീടെന്തിനാ പൊളിക്കുന്നത്, ഇപ്പോൾ ഇവിടെ ഒരു കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ പസനാണെങ്കിൽ അങ്ങോട്ട് വന്ന് കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു, എങ്കിലും ഇതിൻ്റെ അടിത്തറയൊന്നും ഒട്ടും സ്ട്രോങ് അല്ല, ഇത് ഞങ്ങൾ നന്നാക്കിയെടുക്കുന്നത് വരെ 2 ആഴ്ച എവിടെയെങ്കിലും പോയി നിൽക്കാൻ വേണ്ടി പറയണവൻ. അങ്ങനെ നമ്മുടെ ജിയാനെയും കൊണ്ട് ജിൻമാൻ നിൽക്കാൻ വേണ്ടി പോകുന്നത് ഒരു മലയുടെ മുകളിലോട്ടാണ്. ആ മലയിലായിട്ട് ഒരു ഗുഹ കാണുന്നതും രണ്ടും കൂടെ അതിനകത്ത് കയറിയിരിക്കുന്നു. അവിടെയാണെങ്കിൽ സിഗ്നൽ പോലും ഇല്ല. തണുപ്പ് കൊണ്ടത് കൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. ജിൻമാൻ ആണെങ്കിൽ അവിടെ വെച്ച് പനി പിടിക്കുകയും ചെയ്യും. വല്ല ഹോട്ടലിലോട്ട് പോകേണ്ടതിന് നിങ്ങൾക്ക് ഈ ഗുഹ മാത്രമേ കിട്ടിയുള്ളൂ എന്നും ചോദിച്ച് ജിയാനാണെങ്കിൽ അങ്കിളിനെ വഴക്ക് പറയുന്നുണ്ട്. ഈ സമയം ജിൻമാൻ ജിയാനോട് ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ വഴക്കടിച്ചുകൊണ്ട് കാര്യമില്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞ് ജിൻമാൻ ഇവൾക്ക് ഒരു മാപ്പ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ദേ ഇപ്പോൾ നമ്മളുള്ളത് ഇവിടെയാണ്. ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് നടന്നാൽ ഇവിടെ ഒരു എമർജൻസി ഷെൽട്ടർ ഉണ്ട്, അവിടെ ഒരു ഫോണുണ്ട്, നീ അങ്ങോട്ട് ഒറ്റയ്ക്ക് പോവുമോ എന്ന് ചോദിക്കുകയാണ് അവൻ. മനസ്സില്ലാ മനസ്സോടെ ആ പൊക്കോളാം എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്ന ജിയാനെ ജിൻമാൻ ബാഗിൽ നിന്ന് ഒരു ചവണ എടുത്തു കൊടുക്കുന്നു. ഈ കാട്ടിൽ കുറേ കരടികളുണ്ട്, അതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണമെങ്കിൽ നീ ഇത് വെച്ചോ എന്ന് പറയുന്ന ജിയാനോട് നിങ്ങളെ രക്ഷിക്കാൻ പോകുന്ന എന്നെ പേടിപ്പിക്കാൻ നോക്കുകയാണോ, കരടിയെ കണ്ടാൽ ഞാൻ ഓടും, അല്ലാതെ പിന്നെ ഇതുകൊണ്ട് എന്ത് ചെയ്യാനാ എന്ന് ജിയാൻ ചോദിക്കുമ്പോൾ എന്നാ വേണ്ട, ഇപ്പോൾ നീ വല്ല അപകടത്തിൽപ്പെടുകയാണെങ്കിൽ ആകാശത്തിലോട്ട് നോക്കി ജോങ് ജിൻമാൻ എന്ന് 3 തവണ എൻ്റെ പേര് പറഞ്ഞാൽ മതി, ഞാൻ വന്ന് നിന്നെ രക്ഷപ്പെടുത്തിക്കോളാം എന്ന് ജിൻമാൻ പറയുന്നത് കേട്ട് അങ്കിളിന് പനി പിടിച്ചപ്പോൾ തലക്ക് വല്ല കുഴപ്പവും പറ്റിയോ എന്ന് കളിയാക്കി ചോദിക്കുകയാണ് ജിയാൻ. ഇങ്ങ് തന്നേക്ക് എന്നും പറഞ്ഞ് ആ ചവണയും വാങ്ങി അവളിപ്പോൾ അവിടെ നിന്ന് പോകുന്നു. ശേഷം ഇപ്പോൾ ജിൻമാന് ശരിക്കും പനിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇവൻ ശരിക്കും പസൻ കൊടുത്ത ഒരു ഡ്രഗ്സ് കഴിച്ച് പനി പിടിച്ച പോലെ ജിയാൻ്റെ മുന്നിൽ അഭിനയിച്ചതായിരുന്നു. ജിൻമാൻ ഇപ്പോൾ പസനെ വിളിച്ച് ജിയാൻ പോയിട്ടുണ്ട്, അവൾ ഇനി തൊട്ട് ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കട്ടെ. ശേഷം ഈ സമയം കാട്ടിലൂടെ തനിച്ച് ആ ഒരു ഷെൽട്ടറിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ് നമ്മുടെ ജിയാൻ. അങ്ങനെ നടന്ന് അവൾ അവസാനം ആ ഷെൽട്ടറിൻ്റെ അടുത്ത് എത്തുന്നുണ്ട്. അവൾ പോയി വാതിൽ തുറക്കുന്നതും അതിനകത്തുണ്ടായിരുന്ന ഒരുപാട് പട്ടികൾ ഇവളെ നോക്കി കുരക്കുകയാണ്. ആ പട്ടികളെ കാണുമ്പോൾ ഇവൾക്ക് ഇവളുടെ ഇടയ്ക്ക് സ്വപ്നം കാണുന്ന ആ ഒരു ചെന്നായും ഇവക്കൊപ്പം ഉള്ളതുപോലെ ഒരു ഇല്യൂഷനായി തോന്നുന്നു. അതോടെ ജിയാൻ ആകെ പേടിച്ചു പോകുന്നു. ഈ സമയമാണ് വീക്കായിട്ടുള്ള ആളുകൾ മാത്രമേ കുരയ്ക്കൂ എന്ന് ജിൻമാൻ പഠിപ്പിച്ച കാര്യം ജിയാന് ഓർമ്മ വരുന്നത്. അവൾ ധൈര്യം മൊത്തം സംഭരിച്ച് ആ ചെന്നായ്ക്ക് നേരെ ചവണ കൊണ്ട് എറിയുന്നു. അങ്ങനെ അത് പോയി. പക്ഷേ അത് ശരിക്കും അവളുടെ ഒരു ഇല്യൂഷൻ മാത്രമായിരുന്നല്ലോ. അവിടെ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന ഡോഗ്സ് ഇവൾക്ക് ചുറ്റും കൂടി നിന്ന് കുരക്കുകയാണ്. ഈ സമയം എവിടെ നിന്നോ ഒരു ഗൺ ഷോട്ടിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് കേട്ടതും ആ പട്ടികൾ ഓടിപ്പോകുന്നു. തിരിഞ്ഞു നോക്കുന്ന ജിയാൻ കാണുന്നത് ഗണ്ണും കൊണ്ട് നിൽക്കുന്ന ജിൻമാനെയാണ്. ശേഷം 2 ആളും കൂടെ വണ്ടിയിൽ ഇപ്പോൾ തിരിച്ചു വരുന്നു. അങ്കിൾ നേരത്തെ പനിച്ച് വിറക്കുമായിരുന്നല്ലോ, ഇപ്പോൾ എന്തു പറ്റി എന്ന് ചോദിക്കുന്ന ജിയാനോട് ആ പ്രകൃതി എന്നെ പെട്ടെന്ന് ഭേദമാക്കി എന്നൊരു കള്ളം പറയാണ്. അല്ല, അങ്കിളിന് എവിടുന്ന ഗണ്ണ് കിട്ടിയേ, ആ ഗണ്ണ് കയ്യിലിരുന്നിട്ടാണോ നിങ്ങൾ എനിക്ക് ചവണ തന്നു വിട്ട് എന്ന് ചോദിക്കുന്ന ജിയാനോട് ഗണ്ണ് എനിക്ക് പസൻ തന്നതാ, അത് നിനക്ക് തന്നു വിട്ടാലും ഉപയോഗിക്കാൻ അറിയില്ലല്ലോ എന്ന് പറയാണ് ജിൻമാൻ. അങ്ങനെ പിറ്റേന്ന് തൊട്ട് ഗണ്ണ് ഉപയോഗിക്കാൻ ജിൻമാൻ ജിയാന് ട്രെയിനിങ് കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് ദിവസത്തെ ട്രെയിനിങ്ങിന് ശേഷം ഗൺ യൂസ് ചെയ്യാൻ നമ്മുടെ ജിയാൻ പഠിക്കുകയാണ്. ശേഷം ഫ്ലാഷ് ബാക്ക് കട്ടാവുമ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് ആ ഡ്രോണിനെ എറിഞ്ഞ ചവണ ഇവളുടെ കയ്യിൽ കിട്ടിയത് എന്നുള്ള കാര്യം മനസ്സിലായില്ലേ. അവിടെയുള്ള മറ്റൊരു ഡ്രോണിനെയും ഇതേ രീതിയിൽ നശിപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ് ജോങ് മിനും ജിയാനും. നേരത്തെ തകർന്നു വീണ ആ ഒരു ബുള്ളറ്റ് പ്രൂഫ് അലമാരയുടെ ഡോറും ഷീൽഡാക്കിക്കൊണ്ടാണ് ഇവർ നടക്കുന്നത്. ഈ സമയം പുറത്ത് മിൻഹ വണ്ടിയും കൊണ്ടുവരുന്നുണ്ട്. ഈ സമയം ജിയാനാണെങ്കിൽ ആ ഒരു ചവണ കൊണ്ട് ഈ ഡ്രോണിനെ നശിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ആ ഡ്രോൺ ആണെങ്കിൽ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പെട്ടെന്ന് ആ ഡ്രോൺ ഷൂട്ട് ചെയ്ത് നിർത്തുമ്പോൾ ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി നോക്കുമ്പോഴാണ് ആ ഡോറിൽ ഈ ഡ്രോണ് ബോംബ് വെച്ച കാര്യം ഇവർക്ക് മനസ്സിലാവുന്നത്. അത് പൊട്ടുന്നതും 2 ആളും കൂടെ പിന്നിലേക്ക് തെറിച്ചു പോകുന്നു.
ഇപ്പോൾ ഒരു രക്ഷയുമില്ല. രണ്ടാളും ഡ്രോണിന്റെ മുന്നിൽ കുടുങ്ങിപ്പോയി. ഇനിയൊരു രക്ഷയുമില്ലെന്ന് മനസ്സിലാക്കി പേടിച്ചിരിക്കുകയാണ് ജിയാനും ജോങ്മിനും. ഈ സമയം പുറത്ത് മിൻഹ ഒരു വലിയ ഗണ്ണും കൊണ്ടുവന്ന് ഒരു ഡ്രോണിനെ എയിം ചെയ്ത് ഷൂട്ട് ചെയ്യുന്നതും ബാക്കിയുള്ള എല്ലാ ഡ്രോൺസും നിലത്തേക്ക് വീഴുന്നു. ഈ ഒരു തക്കം കൊണ്ട് ജോങ്മിൻ പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നതും അങ്ങോട്ട് വന്ന മിൻഹ ഇവനെ അടിച്ച് നിലത്തേക്ക് ഇടുകയാണ്. പിന്നീട് ഇവളുടെ വാച്ച് ഇവന്റെ കൈയിന്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ച് എന്തോ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ വാച്ചിൽ എന്തോ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കുന്നതും ആരാ നീ എന്ന് ചോദിച്ച് ഗൺ പോയിന്റിൽ നിർത്തുന്നു. ഞാൻ ജോങ്മിൻ, ജിയാന്റെ ഫ്രണ്ടാ എന്ന് പറയുന്ന അവനെ എന്തോ ഒരു ഇഞ്ചക്ഷൻ കൊണ്ട് കുത്തി ബോധം കെടുത്തുന്നു. ഈ സമയം ആ ചവണയും കൊണ്ട് അങ്ങോട്ട് വരികയാണ് ജിയാൻ. നീയാണോ ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ചേ എന്ന് പറഞ്ഞ് ആ ചവണ അവൾക്ക് നേരെ വീഴുന്നതും മിൻഹ അതിനെ വെട്ടിച്ച് മറികടക്കുന്നു. ശേഷം മിൻഹയെ തടുക്കാൻ വരുന്ന ജിയാനെ പ്രതിരോധിച്ച് നിലത്തേക്കിടും. ജോങ്മിന്റെ കയ്യിൽ ടെസ്റ്റ് ചെയ്ത പോലെ തന്നെ ഇവളുടെ കയ്യിലും മിൻഹ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയം അവളുടെ വാച്ചിൽ ഗ്രീൻ കളറിൽ എന്തോ കാണിക്കുകയാണ്. നീ ഒന്നും ആലോചിക്കാതെയാ പ്രവർത്തിക്കുന്നത്. നീ നിന്റെ അങ്കിളിന്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇനി തൊട്ട് നിനക്ക് നിന്റെ അങ്കിളിനെ പോലെ പ്രവർത്തിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് അവളെ റിലീസ് ചെയ്യുന്നു. മിൻഹ ഈ സമയം പുറത്തുനിന്ന് ആരോ അങ്ങോട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അത് ജിയാന് കൊള്ളാതിരിക്കാൻ വേണ്ടി മിൻഹ അവളെ ചവിട്ടി നിലത്തേക്ക് ഇടുന്നു. ഇതിപ്പോൾ ഷൂട്ട് ചെയ്തത് വേറെ ആരുമല്ല, സിയോൻജോ ആണ്. അതായത് ഇപ്പോൾ ഈ കാണിക്കുന്നത് നമ്മുടെ ഒന്നാമത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് ഭാഗത്ത് കണ്ടില്ലേ, ആ ഒരു സീനാണ്. ഇതുവരെ കാണിച്ചത് ജിയാൻ എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയത് എന്നായിരുന്നു. സിയോൻജോയുടെ ഗണ്ണിന്റെ സൗണ്ട് കേൾക്കുന്നതും മിൻഹയും ജിയാനും രണ്ട് മൂലകളിലായിട്ട് പോയി ഒളിക്കുന്നു. ഈ സമയം മിൻഹ ജിയാനോട് പറയാണ്, ഞാൻ ഇവിടെ നീയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വന്നതല്ല, ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വന്നതാ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ആരാ നീ, ജോങ്മിനെ നീ എന്താ ചെയ്തേ എന്ന് ചോദിക്കുന്നു. പേടിക്കണ്ട, അവൻ മരിച്ചിട്ടൊന്നുമില്ല. നീ ഒന്ന് ചിന്തിച്ചു നോക്ക് ജിയാൻ, നിനക്കിത് സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നുന്നില്ലേ? നീ 3 തവണ ജിൻമാന്റെ പേര് ആകാശത്തിലോട്ട് നോക്കി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പണ്ട് സ്കൂളിൽ വെച്ച് ഒരു പെണ്ണ് നിന്നെ ബുള്ളി ചെയ്തപ്പോൾ, നീ ഹറാസ് ചെയ്യപ്പെട്ടപ്പോൾ, പിന്നെ നീ ജോലി ചെയ്ത കൺവീനിയൻസ് സ്റ്റോറിലെ ബോസ് നിന്നെ കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അവർക്കെല്ലാം എന്താ സംഭവിച്ചേ നിനക്കറിയില്ലായിരിക്കും ചിലപ്പോൾ. പക്ഷേ നിന്റെ വലത്തെ കയ്യിൽ ഒരു കോഡുണ്ട്. നീയും നിന്റെ അങ്കിളും മാത്രമാണ് ഏക ഗ്രീൻ കോഡ്. കോഡ് കിട്ടിയ മറ്റെല്ലാവർക്കും നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ചുമതലയുണ്ട്. അതുകൊണ്ടാണ് നീ നിന്റെ അങ്കിളിന്റെ പേര് വിളിച്ചു പറഞ്ഞപ്പോൾ നിന്നെ ആക്രമിച്ചവരെല്ലാം കുടുങ്ങിപ്പോയത്. നിന്നെ സ്കൂളിൽ ബുള്ളി ചെയ്ത പെൺകുട്ടി ട്രാൻസ്ഫർ ആയിപ്പോയി. നിന്നെ ഹറാസ് ചെയ്തവൻ സ്കൂളെ വിട്ടുപോയി. പിന്നെ നിന്റെ ബോസിന് ഒരു ആക്സിഡന്റ് പറ്റിയില്ലേ എന്ന് കേൾക്കുമ്പോൾ നീ ഇതെന്തൊക്കെയാ പറയുന്നേ എന്ന് ചോദിക്കുകയാണ് ജിയാൻ. നീ ഇപ്പോൾ എല്ലാം കണ്ടില്ലേ, ആ ഡ്രോൺസ് നിന്നെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. ഈ സമയം ഇവരുള്ള വീടിനെ ലക്ഷ്യം വെച്ച് കുറച്ച് പേരുകൂടെ ഒരു പാലത്തിൽ തോക്കെല്ലാം വെച്ച് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും സിയോൻജോ ഈ വീടിനെ എയിം ചെയ്ത് പലതവണ ഷൂട്ട് ചെയ്യുന്നുണ്ട്. സിയോൻജോയുടെ വിഷൻ കളയാൻ വേണ്ടിയിട്ട് മിൻഹയാണെങ്കിൽ അവിടെയെല്ലാം പുക കടത്തി വിടുകയാണ്. ഇത് കണ്ട സിയോങ്ജോക്ക് ആരോ ജിയാനെ സഹായിക്കുന്നുണ്ടെന്ന കാര്യം മനസ്സിലാകുന്നു. ഇവൻ അപ്പോൾ തന്നെ പാലത്തിന്റെ മറ്റൊരു സൈഡിൽ നിൽക്കുന്ന സൈന്യത്തിന് ഈ ഒരു ഇൻഫോർമേഷൻ കൊടുക്കുന്നു. ആരോ ജിയാനെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്, മാത്രമല്ല അവിടെ മൊത്തം സ്മോക്കാണ്, എനിക്കാരെയും കാണാൻ പറ്റുന്നില്ല എന്ന് സിയോൻജോ ഇൻഫോർമേഷൻ കൊടുക്കേണ്ട താമസം ഇപ്പോൾ ആ വീടിനെ ലക്ഷ്യമാക്കി വേറൊരു ഡ്രോൺ അങ്ങോട്ട് വരുന്നുണ്ട്. ഈ ഡ്രോൺ ആ പുകയെ മൊത്തം അവിടെ നിന്ന് ഇല്ലാതാക്കുന്നു. ഈ സമയം ആ ഡ്രോണിനെ ഷൂട്ട് ചെയ്ത് വരുന്ന മിൻഹയെ സിയോങ്ജോ കാണുന്നു. അവളെ കണ്ടതും ഞെട്ടി നിൽക്കുകയാണ് സിയോങ്ജോ. മിൻഹയെ സിയോങ്ജോയുടെ എയിമിൽ കിട്ടുന്നതും അവൻ അവളെ ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ മാറുന്നതുകൊണ്ട് മിൻഹയ്ക്ക് കയ്യിലാണ് ആ ഒരു ഷൂട്ട് ഏൽക്കുന്നത്. അങ്ങനെ മിൻഹയുടെ കയ്യിലെ തോക്കും തെറിച്ചു പോകുന്നു. ഈ ഒരു സീൻ തൊട്ടാണ് പിന്നീട് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ടത്. തോക്കെടുക്കാൻ വേണ്ടി മേലെ നിന്ന് ജിയാൻ താഴേക്ക് ചാടുന്നതും അവിടെ കിടന്ന സോഫയിൽ നിന്ന് അവൾക്ക് വേറൊരു വലിയ ഗൺ കിട്ടുന്നതും. ആ ഒരു ഗണ്ണ് കൊണ്ട് സിയോൻജോയെ ഷൂട്ട് ചെയ്യുമെങ്കിലും സിയോൻജോയുടെ വണ്ടിയുടെ ചില്ല് മാത്രമാണ് അതുകൊണ്ട് തകർക്കാൻ കഴിയുന്നത്. ഈ സമയം ജോങ്മിന് ബോധം വന്നിട്ടുണ്ട്. അവൻ എഴുന്നേറ്റ് നമ്മൾ ഇനി എന്താ ചെയ്യുക എന്ന് ചോദിക്കുന്നതും ദേ അവൻ്റെ പിറകിലൂടെ ഒരുത്തൻ അവനെ വെട്ടാൻ വേണ്ടി വരുന്നു. പക്ഷെ കറക്റ്റ് സമയത്ത് മിൻഹ അവനെ ഷൂട്ട് ചെയ്തിരുന്നു. നോക്കുമ്പോൾ ഇവരുടെ വീട് മൊത്തം ഇപ്പോൾ മറ്റൊരു വളഞ്ഞിട്ടുണ്ടാവും. ഇനി രക്ഷയില്ലെന്ന് മനസ്സിലാക്കി മിൻഹ, ഞാൻ ഇവരെ കവർ ചെയ്തോളാം, നിങ്ങൾ പെട്ടെന്ന് സ്റ്റോറേജ് റൂമിലോട്ട് പൊക്കോ, അവിടെ നിന്റെ അങ്കിളിൻ്റെ വർക്ക് റൂമിൻ്റെ ഭാഗത്ത് മദർ ഹെൽപ്പിലോട്ടുള്ള ഒരു ഡോറുണ്ട്, അവിടെ നിങ്ങൾ എത്തുന്നത് വരെ നിങ്ങളെ ഞാൻ പ്രൊട്ടക്ട് ചെയ്തോളാം, അത് നിന്റെ അങ്കിളിന് ഞാൻ കൊടുത്ത പ്രോമിസാ എന്ന് പറയുന്ന മിൻഹയോട് ഞാൻ എന്തിനാ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നത് എന്ന് ജിയാൻ ചോദിക്കുമ്പോൾ നിന്റെ അങ്കിൾ ശരിക്കും ആരാണെന്ന് അറിയാൻ നീ ആഗ്രഹിക്കുന്നില്ലേ? ഈ സമയം ഒരു ഡോറും ഷീൽഡാക്കി വെച്ച് ഇവരെ രണ്ടുപേരും കൂടെ സ്റ്റോറേജ് റൂമിലോട്ട് പോകുന്നു. ഇത് കണ്ട് സിയോൻജോ അപ്പോൾ തന്നെ ഈ ഒരു ഇൻഫോർമേഷൻ സൈന്യത്തിന് പാസ് ചെയ്യുന്നുണ്ട്. ഇവരെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സിയോൻജോയെ മറ്റൊരു ഭാഗത്തു നിന്ന് മിൻഹ ഷൂട്ട് ചെയ്യുന്നു. ആ ഒരു ഷൂട്ട് കറക്റ്റായിട്ട് കൊള്ളുന്നത് സിയോൻജോയുടെ ഡ്രൈവർക്കായിരിക്കും. അങ്ങനെ മിൻഹയുടെ സഹായത്തോടെ ജിയാനും ജോങ്മിനും ആ സ്റ്റോറേജ് റൂമിലേക്ക് എത്തുന്നു.
അപ്പോഴേക്കും ആ സൈന്യവും ആ സ്റ്റോറേജ് റൂമും വളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ സൈന്യത്തിന് കാണാതിരിക്കാൻ പാകത്തിന് മിൻഹ ഒരു ഗേറ്റ് അവിടെ ക്ലോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇപ്പോൾ ഒരു ഡോറിൻ്റെ അടുത്ത് പോയി എത്തുകയാണ്. പക്ഷെ പാസ്വേഡ് അടിച്ചാൽ മാത്രമേ ആ ഡോർ തുറക്കൂ. ഇവർക്ക് രണ്ടുപേർക്കുമാണെങ്കിൽ പാസ്വേഡ് അറിയില്ല. ജിൻമാൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും ഇവളുടെ ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം ഇതിൽ അവൾ അടിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും വർക്കാവുന്നില്ല. ഈ സമയമാണ് പണ്ട് ജിൻമാൻ തൻ്റെ സ്കൂൾ ID നമ്പർ ഒരിക്കലും മറക്കരുത് എന്ന് പറഞ്ഞ കാര്യം ജിയാന് ഓർമ്മ വരുന്നത്. അപ്പോൾ തന്നെ അവൾ ആ നമ്പർ എൻ്റർ ചെയ്യുന്നതും അവർ രണ്ടുപേരും നിന്ന ഭാഗം നേരെ താഴേക്ക് പോകുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ആ താഴെയുള്ള സ്ഥലത്തേക്ക് ചെന്നെത്തുന്നു. അത് വെറും ഒരു സ്റ്റോറേജ് റൂമോ അങ്ങനെയൊന്നും അല്ലായിരുന്നു. പകരം ഒരു കൂറ്റൻ മാള്. തങ്ങളുടെ വീടിന് താഴെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു എന്ന് ആലോചിച്ച് അതിശയത്തിലിരിക്കുകയാണ് ജിയാൻ. അവിടെ ഒരുപാട് വെപ്പൺസ് നമുക്ക് കാണാം. ഈ സമയം മുഖം മൂടി ധരിച്ച ഒരാൾ ഇവരെ രണ്ടുപേരെയും ഗൺ പോയിന്റിൽ നിർത്തുന്നു. ഇപ്പോൾ ജിയാനെ കണ്ടതും ആ മുഖം മൂടിയിട്ട ആള് ഹായ് ജിയാൻ, ഞാൻ ബ്രദറാ എന്ന് പറയുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.